ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ. അപ്പോൾ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? സോ ഇന്നലെയും മെനഞ്ഞാന്നും നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ് ഇല്ലായിരുന്നു. സോ കുറച്ച് ടെക്നിക്കൽ റീസൺസ് കൂടെ കാരണമാണ് പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ് ഒഴിവാക്കിയത്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മുടെ നിഫ്റ്റിയുടെയും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അനാലിസിസ് നമുക്ക് നടത്താം. ഓക്കെ, സോ പ്രീ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പ്രീ മാർക്കറ്റിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. സോ ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്കിൻ്റെ ഒരു ഓവറോൾ ട്രേഡിംഗ് സ്ട്രക്ചർ ആൻഡ് ഒരു ചാർട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി നോക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ കുറച്ച് വീക്സായിട്ട് അമേരിക്കൻ മാർക്കറ്റ്സിലുണ്ടായിരുന്ന സെല്ലിങ് ആണ് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പം US മാർക്കറ്റ്സ് ആൻഡ് ഡോ ജോൺസ് ഫ്യൂച്ചർ എല്ലാം അത്യാവശ്യം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഗ്ലോബൽ മാർക്കറ്റ് അത്യാവശ്യം പോസിറ്റീവായി നിന്നാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കും ഒരു പ്യൂർ സെല്ലിംഗ് മെത്തേഡിലേക്ക് മാർക്കറ്റ് പോകുന്നതാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം പോസിറ്റീവായി നിൽപ്പുണ്ട്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിലവിൽ 50 പോയിൻറ്റ്സോളം അപ്സൈഡ് ആണ് നിൽക്കുന്നത്. സോ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഒരു 10-20 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. നിക്കി ആൻഡ് ഹാങ്സങ് ആൻഡ് തായ്വാൻ വിട്ടഡ് എല്ലാം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് നിലവിൽ. സോ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ന് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. ആൻഡ് നമുക്ക് നിഫ്റ്റിയുടെ ടോട്ടൽ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ നിഫ്റ്റി എൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ വ്യൂ പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഞാൻ അല്പം പോസിറ്റീവാണ്. അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ ഞാനൊരു 26,890 എന്നുള്ള റേഞ്ചിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ നിഫ്റ്റി ഈ ഒരു പോസിറ്റീവ് ന്യൂസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ഇനിഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 26,880 to 890 റേഞ്ചാണ്. അപ്പോൾ ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് സപ്പോർട്ട് എടുക്കേണ്ടതെന്ന്. ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്ത് അപ്സൈഡ് പോയത്. അപ്പോൾ ടോട്ടലി ഇന്നലെ നമ്മൾ ആ ഒരു വീക്ക്നെസ്, കഴിഞ്ഞ 4 ദിവസത്തെ വീക്ക്നെസ് എൻഗൾഫിംഗ് ക്യാൻഡിലോടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. വളരെ പോസിറ്റീവ് ക്ലോസിങ്. കഴിഞ്ഞ 3 ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 4 ദിവസത്തെ ക്ലോസിങ്ങിനെ കാട്ടി മികച്ച രീതിയിൽ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നത് ബയേഴ്സിൻ്റെ പ്രസൻസാണ്. അഗ്രസീവ്ലി ബയേഴ്സ് ഇന്നലെ വിസിബിൾ ആയിരുന്നു. സോ ഇങ്ങനത്തെ ഒരു സ്ട്രെങ്ത് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഫസ്റ്റ് ഇനി ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു റേഞ്ചിലാണ് എപ്പോഴും കൺഫ്യൂഷൻ. ഓൾ ടൈം ഹൈ എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാത്തപ്പോഴാണ് മാർക്കറ്റിൽ എന്താണ് കൺഫ്യൂഷൻ വരുന്നത്. സോ ഇന്ന് പോസിബിളി മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വളരെ ചുരുങ്ങിയ പോയിന്റ്സ് മതി. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ്, ഒരു 2% എങ്കിലും ടാർഗറ്റ് ഞാൻ ഇനിഷ്യലായിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട്. 26,860 റേഞ്ചിലേക്ക് ഇനിഷ്യൽ ടാർഗറ്റ് വെച്ചായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇന്നലത്തെ ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. 25,830 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനൊരു ബുള്ളിഷ് മൊമെൻറ്റം നിഫ്റ്റിയിൽ ഞാൻ പ്രതീക്ഷിച്ചായിരിക്കും എൻ്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ കഴിഞ്ഞ 15 മിനിറ്റുകളിൽ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടിന്യൂസ് ബൈയിങ് ആണ് മാർക്കറ്റ് നടന്നത്. സോ ഇനി എന്തെങ്കിലും ഒരു മാർക്കറ്റിലെ അവസ്ഥ ഒരു സേഫ് സോൺ അല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഓൾ ടൈം ഹൈയിൽ ഈ ലെവൽസാണ്. മാർക്കറ്റ് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ഇവിടെ വേണം. ആ ഒരു സ്ട്രക്ചറലി ഇവിടെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പുൾ ബാക്കുകളിലൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും മാർക്കറ്റ് ഓവറോൾ ബെയറിഷ് ആവാതെ ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുമെന്ന് പറയാൻ കഴിയും. ആൻഡ് ഈ ഒരു ബേസിൽ മാർക്കറ്റ് അത്യാവശ്യം സപ്പോർട്ട് സോണായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഈ ഒരു ബേസ് കണ്ടില്ലേ, ഈ ബേസിൽ മാർക്കറ്റിൽ ഈ ഒരു സപ്പോർട്ട് നിലനിർത്തി അപ്സൈഡ് തന്നെ പോകാനുള്ള ടെൻഡൻസി കാണിക്കും. നിങ്ങൾ കാണുകയാണെങ്കിൽ അറിയാം, ഈ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്താണ് മാർക്കറ്റ് പോയത്. ജസ്റ്റ് ഡൗൺ സൈഡ് വന്ന് ലിക്വിഡിറ്റി എടുത്താണ് മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കുന്നത്. സോ ഈ ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ വാലിഡായിട്ട് നിൽക്കാൻ ഒരു മൂവ്മെൻറ്റ് കൂടെ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അത് ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ മൂവ്മെൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഓവറോൾ സ്ട്രക്ചർ വൈസ് അത്യാവശ്യം നല്ല പോസിറ്റീവാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് 15 മിനിറ്റിൽ നമുക്കിവിടെ കാണാം ഈ ഒരു സപ്ലൈ റീജിയൻ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയിട്ടുണ്ട്. ലിക്വിഡിറ്റി ഒക്കെ അത്യാവശ്യം 100 ആണ്, ബട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടില്ല. സോ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. ആൻഡ് അഥവാ ഇനി മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് വന്നാൽ തന്നെ ഈ ഒരു ഏരിയാസിലെല്ലാം മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളതുകൊണ്ടില്ല, ഈ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ബേസിൽ വന്നാലും മാർക്കറ്റ് ബെയറിഷായി നമുക്ക് പറയാൻ കഴിയില്ല, ജസ്റ്റ് ഒരു പുൾ ബാക്ക് എന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഈ 60,000 കൂടെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ടോട്ടലി നല്ലൊരു ടെറിട്ടറി അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റോക്സ് ഇന്ന് വാച്ച് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ന് തൊട്ട് ആക്റ്റീവായിട്ടൊക്കെ നമുക്ക് സ്റ്റോക്സ് ഒക്കെ നോക്കി തുടങ്ങുന്നുണ്ട് ഞാൻ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്.
ഇന്നത്തെയും കൂടെ റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം എന്തായാലും ഇന്ന് കണ്ടിന്യൂസ് ഒരു മീഡിയം ടേം ട്രേഡിങ്ങിലും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റഡ്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ന്യൂ IPO ആണ്, പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. വേൾപൂൾ ഇന്ത്യയുടെ ഒരു പ്രൊമോട്ടർ സെല്ലിങ്ങിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. 95 ലക്ഷം ഷെയറാണ് വിൽക്കുന്നത്. ബ്ലോക്ക് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് 965 കോടിയോളം വരുന്ന ഒരു വലിയ ബ്ലോക്ക് ഡീല് വേൾപൂൾ ഇന്ത്യയിൽ നടപ്പുണ്ട്. സോ ബി കെയർഫുൾ. പേടിഎമ്മിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അത് പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് കിട്ടിയിട്ടുള്ളത്. പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് പ്രകാരമുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വിപ്രോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സർവീസ് ആൻഡ് കൺസൾട്ടിങ് കമ്പനിയാണ്, നമുക്കറിയാം. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് അലയൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യം ഏകദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശേഷം അതൊരു നല്ല ന്യൂസാണ്. ആൻഡ് ഒബ്രിയോ റിയാലിറ്റിയെ സംബന്ധിച്ച് ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂ ഏരിയ അക്യൂർ ചെയ്തിട്ടുള്ളതാണ്. ഒരു റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. അത് കമ്പനി നോക്കുന്നത് മോസ്റ്റ്ലി 1.18 lakh സ്ക്വയർ ഫീറ്റ് പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അതിൽ റവന്യൂ ജനറേഷൻ കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഞാൻ അറിയുന്നത്. സോ ബെറ്റർ. ഒബ്രിയോ റിയാലിറ്റിക്കും പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ കൺവേഴ്സ് ഗണേഷ അക്വസ്ഫിയറിൻ്റെ 11.28 കോടി രൂപ വിലമതിക്കുന്ന സ്റ്റോക്സ്, അതായത് ഷെയർസ് വാങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, പിന്നെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ബർജർ പെയിൻറ്റ്സ് സബ്സിഡറിയാണ് ഏഷ്യൻ പെയിൻറ്റ്സ്, നമുക്കറിയാം. അപ്പോൾ UAE ഒരു സെക്കൻഡ് പെയിൻറ്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങുന്ന കാര്യം ആലോചനയിലാണ്. 340 കോടിയോളം വരുന്ന എന്നാൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇത്രയും പോസിറ്റീവ് ന്യൂസുകളൊക്കെ മാർക്കറ്റിൽ നിലവിൽ ഉണ്ട്. പിന്നെ പാക്യ ബയോടെക്കിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചില പേഴ്സണൽ റീസൺസുമായിട്ട് ബന്ധപ്പെട്ട് റിസൈൻ ചെയ്തിട്ടുള്ള ന്യൂസും മാർക്കറ്റിൽ നിലവിലുണ്ട്. അപ്പോൾ വലിയ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ന്യൂസുകളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. സോ മാർക്കറ്റിൽ ഇന്നും ഒരു കാംനെസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ സെല്ലിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇൻട്രാഡേ സാധ്യത ഉണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 259 റേഞ്ചിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് കാണിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് വേണ്ടി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ആസ്കോട്ടോ ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. സോ ഇതിൻ്റെ ടാർഗറ്റ് അടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ പിന്നെ ഉള്ള സ്റ്റോക്ക് പേടിഎം എൻ്റെ വാച്ച് ലിസ്റ്റിനായിട്ട് വെച്ചിട്ടുണ്ട്. പേടിഎം ഇന്നലെ നിങ്ങൾ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടു. 1350 എന്നുള്ള ഏരിയയിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ആ ടോട്ടൽ ഓവറോളിൽ ഇതൊരു ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. സോ മാർക്കറ്റ് ഇതൊരു ചെറിയൊരു സെല്ലിംഗ് നടന്ന ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോകും എന്നുള്ളൊരു പോസിബിലിറ്റി ഞാൻ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ സ്റ്റോക്ക് പേടിഎം ഇന്നൊരു മൂവ്മെൻറ്റിന് വേണ്ടി ചെറിയ സ്വിംഗ് ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടി ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വച്ചിരിക്കുകയാണ് പേടിഎം. ഓക്കെ, നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ശേഷം AU ബാങ്ക് ആണ് ഞാൻ പറയുന്നത്. AU ബാങ്ക് ഇന്നലെ നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. AU ബാങ്ക് സ്മോൾ മീഡിയം ടേം ടാർഗറ്റ് AU ബാങ്കിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ മാർക്സൺസ് ആണ് കുറച്ചധികം ദിവസമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് മാർക്സൺസ്. ഇവിടെ നല്ലൊരു സപ്ലൈ ആണ് നിൽക്കുന്നത്. 190 റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്ലൈ. ഇത്രയും വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. 190 റേഞ്ചിൽ അത്യാവശ്യം നല്ല സപ്ലൈ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകൾ കുറേ ലൈവായിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ മാക്സിമം നേരത്തെ തന്നെ ഇത് വരാനായിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ കുറച്ചധികം സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്സ് മാർക്കറ്റ് ആക്റ്റീവ് ആണെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, താങ്ക് യു.